നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസിനെ കുറിച്ച് പല ആളുകളും വിളിക്കാറുണ്ട്. ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തു, ഒരുപാട് പേര് ബി ക്ലാസ് സൂപ്പർവൈസർമാരായി. അതേപോലെ തന്നെ അവർ തന്നെ വയർമാൻമാരെ ആഡ് ചെയ്തുകൊണ്ട് ബി ക്ലാസ് കോൺട്രാക്ടർമാരായി. അപ്പോൾ നമ്മൾ 2018 മുതലാണ് നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത്. നിലവിൽ 18, 19, 20, 21, അതേപോലെ തന്നെ 22 ഇങ്ങനെ 4 വർഷത്തെ ബാച്ചുകൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര്, ഒത്തിരി പേര് ബി ക്ലാസ് സൂപ്പർവൈസർമാരായി. അതേപോലെ തന്നെ അവർ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസും എടുത്തു. ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിന് പ്രാധാന്യം നൽകാൻ തയ്യാറാവണം. നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ്സിന് വരുന്ന സമയം, ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയം 9 മണിയാണെങ്കിൽ അത് 9 മണിക്ക് തന്നെ നിങ്ങൾ എത്തണം. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ 10 മണിക്ക് ബെല്ലടിക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ എല്ലാവരും 10 മണിക്ക് തന്നെ എത്തും. കാരണം ബെല്ലടിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ കയറ്റില്ല, അതല്ലെങ്കിൽ നമ്മളെ പുറത്ത് നിർത്താൻ സാധ്യതയുണ്ട്, അതുമല്ലെങ്കിൽ ടീച്ചർ ചീത്ത പറയും, അതല്ലെങ്കിൽ ടീച്ചർ വീട്ടുകാരെ വിളിച്ച് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പ്രാധാന്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പരീക്ഷ എഴുതണോ, പഠിക്കണോ, പഠിക്കാതിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും നമ്മൾ മെനക്കെടുകയാണ്. നിങ്ങൾ ഒരു ദിവസം നമ്മൾ പറയുന്നത്, ക്ലാസ്സിന് പങ്കെടുക്കുന്നവരോട് നമ്മൾ പറയാറ്, ഒരു മുഴുവൻ ദിവസം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ആഴ്ചയിൽ 2 വൈകുന്നേരങ്ങളിൽ 3 മണിക്കൂർ വെച്ച് മാറ്റിവെക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മുടെ 9 മണിക്ക് ക്ലാസ് തുടങ്ങണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ചില ആളുകൾ 9 മണി, 9:30, 10 മണി, 10:30, 11 മണി, 11:30 വരെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സ്വയം മാറുക. ഞാനതാ പറഞ്ഞ പ്രാധാന്യത്തെക്കുറിച്ച്. എന്തായാലും നമ്മൾ അതിനു വേണ്ടി മെനക്കെടുകയാണ്, നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബി ക്ലാസ് സൂപ്പർവൈസറി എന്ന് പറഞ്ഞ പോസ്റ്റിന് അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ആഗസ്റ്റിൽ പുതിയ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. നമ്മൾ പ്രത്യേകം എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം, നിങ്ങൾ എഴുതി പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, എന്ന് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ബുക്കും പേനയായിട്ട് ബന്ധമിട്ടിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളതിനെ ആദ്യം നമ്മൾ എഴുതാൻ പഠിപ്പിക്കും, അതേപോലെ തന്നെ വായിക്കാൻ പഠിപ്പിക്കും. പിന്നെ പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് പൊതുവെ മടുപ്പ് വരും. അപ്പോൾ ആദ്യം ആ മടുപ്പ് മാറ്റും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ക്ലാസ്സിന് പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ബി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം, നിങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഭാവിയിൽ ബി ക്ലാസ് സൂപ്പർവൈസർ ആവുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കുറേ പേര് വിളിക്കും, അവർ ശരി നോക്കട്ടെ ആലോചിക്കാമെന്ന് പറയും. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കും എന്നോട്, എന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടാണ് പറ്റുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്.
നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ കാലവും ഒരുപോലെ ജോലി ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ജോലികളുടെ പേപ്പർ വർക്കുകൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 5000 വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു വീട് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ ഒരു 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയൊരു വർക്ക് കിട്ടിയാലും നമ്മളത് ചെയ്തു കൊടുക്കും. അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസറി അതിൻ്റെ പ്രാധാന്യം, ആ പോസ്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക, സമയം മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ പേടിച്ച് മാറി നിൽക്കേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കുന്നവർ, നമുക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അതിലെ തിയറി കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അത് പഠിച്ചാൽ എനിക്ക് നല്ലതാണ്, വേറൊരാൾ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്ന മനോഭാവത്തോടു കൂടി നിങ്ങൾ ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കാൻ തയ്യാറാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരും. ബി ക്ലാസ് സൂപ്പർവൈസർ ആയാൽ നിങ്ങൾക്ക് തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കീഴിൽ മിനിമം 2 മാക്സിമം 10 വയർമാന്മാരെ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കോൺട്രാക്ടർ ലൈസൻസ് എടുക്കാൻ കഴിയുക. 40% മാർക്കോടുകൂടി പാസ്സായാൽ നമുക്ക് 25 KW ആണ് കിട്ടുക. 60% മാർക്കോടുകൂടി പാസ്സായാൽ നമുക്ക് 50 KW സൂപ്പർവൈസറി ലൈസൻസ് കിട്ടും. നമ്മുടെ സൂപ്പർവൈസറി ലൈസൻസ് കിട്ടി നമുക്ക് 1 വർഷം കഴിഞ്ഞാൽ നമുക്കത് സ്കോപ്പ് എൻഹാൻസ് ചെയ്യാം. നമുക്ക് 150 KW വരെ പോവാം. അതേപോലെ തന്നെ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കും 1 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ബി ക്ലാസ് സൂപ്പർവൈസറിക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആലോചിക്കുക, തീരുമാനമെടുക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ രീതി ഞാൻ വീണ്ടും പറയുന്നു, ഒരു തവണ നിങ്ങൾ തോറ്റാൽ, ഒരു തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു ചാൻസ് കൂടി നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിലവിൽ ലൈസൻസിങ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ എന്നാണ് പരീക്ഷ വരിക, എപ്പോഴാണ് പരീക്ഷ വരിക എന്നൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് 4 മാസത്തോളം ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഒരു 10 മാസത്തെ ഡ്യൂറേഷനാണ് ബി ക്ലാസ് സൂപ്പർവൈസറിക്ക് വരുന്നത്. നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ കാരണം മറ്റൊരാളുടെ സമയം പോവരുത് എന്ന ചിന്താഗതിയോടുകൂടി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ആഗസ്റ്റ് 1 പുതിയ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ക്ഷമയോടുകൂടി മുഴുവനായിട്ടും കാണണം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.